ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോണത് പുള്ളാണ്. നമ്മൾ ഓൾറെഡി കിക്കിങ് പഠിച്ചില്ലേ, നല്ല ദൂരം പോകുന്നുണ്ട് ഇല്ലേ. അടുത്ത് പുള്ള് ചെയ്യുന്ന സമയത്ത് മൂന്ന് കൈക്ക് മൂന്ന് സ്റ്റെപ്പാണ് കൈക്കുള്ളത്. ചെവിയുടെ മുകളിൽ കൂടി സ്ട്രെയിറ്റ് വയ്ക്കണം. 1, കാലിൻ്റെ വടം വരെ വലിക്കുന്നു. 2, പിന്നെ ബെൻഡ് ചെയ്യണം. 3. 3 സ്റ്റെപ്പാണ് കൈക്കുള്ളത്. 1, 2, 3. ഓക്കെ, മനസ്സിലായില്ലേ? 1 by 1 ആയിട്ട് ചെയ്യണം. നോക്കി ഞാൻ ചെയ്യണമെന്നില്ല. ഒന്ന് ഇവിടെ നിന്ന് കാലിന്റെ അവിടം വരെ വലിക്കണം. കാല് നമ്മൾ കിക്ക് ചെയ്തുകൊണ്ടിരിക്കണം. കാലിന്റെ അവിടം വരെ വലിക്കണം. ഇവിടെ വരെ ഹാഫ് വലിക്കണം. കൈ ഇവിടെ നിന്ന് കാലിന്റെ അവിടം വരെ മനസ്സിലായി. ഇവിടെ നിന്ന് കാലിന്റെ അവിടം വരെ പകുതിക്ക് വെച്ചിട്ട് നിർത്താൻ പാടില്ല. ഇവിടെ വെച്ചിട്ട് നിർത്താൻ പാടില്ല. തെറ്റ. ഇവിടെ നിന്ന് വലിക്കുന്നു. 1, കാലിന്റെ അവിടം വരെ വലിക്കുന്നു. 2, കാല് നമ്മളിവിടെ കിക്ക് ചെയ്തുകൊണ്ടിരിക്കണമല്ലോ. ഓക്കെ, നോക്കി ഇനി ഞാൻ ചെയ്യണമെന്ന് നോക്കി. ഈ ബെൻഡ് ചെയ്യണത് വെള്ളത്തിന്റെ മുകളിൽ കൈകൊണ്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ബെൻഡ് ചെയ്യുമ്പോൾ ഈ മുട്ട് മുകളിലേക്ക് പോകേണ്ടത്. ഈ മുട്ട് പിന്നിലേക്ക് പോകാൻ പാടില്ല. പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് വെള്ളത്തിൽ കൂടെ എല്ലാം വയ്ക്കാം. അത് തെറ്റും. ഓക്കെ, കൈ ചെവിയുടെ മുകളിൽ കൂടെ സ്ട്രെയിറ്റ് വയ്ക്കണം. കാലിന്റെ അവിടെ വരെ വയ്ക്കണം. മുകളിലേക്ക് പൊന്തിക്കണം. വീണ്ടും വളിക്കണം. ഓക്കെ, ഞാനിപ്പോൾ ചെയ്യണ പോലെ നിങ്ങൾ ചെയ്ത് നോക്കട്ടെ. ഫസ്റ്റ് വൺ ഫിംഗേഴ്സ് ഒക്കെ കൂട്ടി പിടിക്കണം കേട്ടോ. റെഡി? ചെയ്തോ. ഇപ്പൊ നമ്മൾ എല്ലാവരും ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് ചെയ്യണം അല്ലേ? നമ്മൾ സ്വിം ചെയ്യുമ്പോൾ എങ്ങനെയാ ഇങ്ങനെയല്ല നിൽക്കുന്നത്. അപ്പൊ അതേപോലെ ഇനി ചെയ്തോ. കുഴപ്പമില്ല. എഞ്ചിനീയറിംഗ് ചെയ്യണ സമയത്ത് ഈ കൈ ഫിനിഷ് ചെയ്യുന്നത് ഈ കൈ ഇവിടെ നിന്ന് കാലിന്റെ അവിടെ വരെ വലിക്കും. എന്നിട്ട് വേണം കൈ ബെൻഡ് ചെയ്യണം കേട്ടോ. റെഡി? ചെയ്തെന്നോട്ടെ. നീ ചെയ്ത് ആലാമ്യന്റെ കൈ ബെൻഡാവുന്നില്ല. വലിച്ചു കഴിഞ്ഞിട്ട് ബെൻഡ് ചെയ്യണം. കണ്ട ഇപ്പൊ ഈ കൈന്റെ മുട്ട് നോക്കിയ മുകളിലേക്ക് പോയതുകൊണ്ട. എവിടെ മുട്ടിലേക്ക് നോക്കിയാൽ ഈ ഒരു പൊസിഷൻ കണ്ട, ഇങ്ങനൊരു പൊസിഷൻ ഇത് വരണം സ്വിമ്മിങ്. എന്നിട്ട് വേണം കയറ്റി വയ്ക്കുന്നത്. ഇത് വലിക്കണം. പൊസിഷൻ കണ്ട ഇവിടെ ബെൻഡ് ചെയ്യണം. ഇപ്പൊ നീ ബെൻഡ് ചെയ്യണത് പിന്നിലേക്ക്, അത് തെറ്റാം. ഇത് മുകളിലേക്കാണ്. ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോഴാണ് കൈ വെള്ളത്തിൽ മുകളിലേക്ക് പോകുന്നത്. ഓക്കെ, റെഡി? ഇനി ഒന്ന് ചെയ്ത് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കും. പിന്നിലേക്ക് പോരുത്. കൈമുട്ട് പിന്നിലേക്ക് പോരുത്. വലിച്ചു കഴിഞ്ഞിട്ട് കാലിന്റെ അവിടെ വരെ വലിക്കണം. ഓക്കെ, ചെരിഞ്ഞോട്ട് കുറച്ചൊക്കെ കോളി ചെരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്ന് വിചാരിച്ചിട്ട് വല്ലാണ്ട് ഇങ്ങനെ പിന്നിലേക്ക് പോരുത്. അപ്പൊ അതിൽ നിൽക്കുമ്പോൾ റെഡി? ഒന്നുകൂടി ഒന്ന് ചെയ്തെന്ന് നോട്ടെ. 1 by 1 ആയിട്ട് ഒരുമിച്ച് ഇങ്ങനെ വരരുത്. ഒരെണ്ണം വലിച്ചു കഴിഞ്ഞിട്ട് അടുത്തില്ല. ഓൾട്ടർനേറ്റ് വേണ്ട. അതന്നെ ചെയ്തോണ്ടിരിക്കും. പിന്നെ സൂപ്പറായിട്ടാ. അടിപൊളി. ലാമിയുടെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. വെള്ളത്തിന് മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ വലിക്കാൻ പാടില്ല. വെള്ളത്തിന് ഉള്ളിലേക്ക് പോകണം കൈ. അടിപൊളി. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ ഫ്ലോട്ട് ചെയ്യണം. ഒരു കാല് കയറ്റി വെക്കണം. ചവിട്ടി പുഷ് ചെയ്യണം. ഫ്ലോട്ട് ചെയ്യണം. 4-5 ടൈംസ് കിക്ക് ചെയ്യണം. ദെൻ ആഫ്റ്റർ പുള്ള് ചെയ്യണം. ഓക്കെ, നോക്കി ഞാൻ കാണിച്ചു. നിങ്ങളുടെ പൂളിലെ വെള്ളം പച്ചക്കളറാണോ? എത്ര ശ്രമിച്ചിട്ടും വെള്ളം ക്ലിയർ ആകുന്നില്ലേ? വിഷമിക്കേണ്ട, വിളിക്കൂ 9544194788. നിങ്ങളുടെ പൂളുകൾ ശുദ്ധമായി സൂക്ഷിക്കുവാൻ എക്വാത്തിങ് പൂൾ സർവീസ്. ഒരു കാല് കയറ്റി വെച്ചു. വായക്കൂടെ ബ്രീത്ത് എടുക്കണം. കാല് കുറച്ച് ദൂരം ഫ്ലോട്ട് ചെയ്യണം. ഒരു 4-5 ടൈംസ് കിക്ക് ചെയ്യണം. ദെൻ കൈ ചെയ്യണം. നമ്മളിപ്പോൾ പഠിച്ചത് ഫ്ലോട്ട് ചെയ്തിട്ട് ആദ്യം നമ്മൾ പഠിച്ചു തന്നിട്ട് ഫ്ലോട്ട് ചെയ്യും. രണ്ടാമത് പഠിച്ചു തന്നിട്ടാ കിക്ക് ചെയ്യും. പഠിച്ചത് ഫുൾ കൈ ചെയ്യാനായിട്ട്. അത് ഇതേ ഓർഡറിൽ തന്നെ ചെയ്യണം. ആദ്യം ഫ്ലോട്ട് ചെയ്യണം, പിന്നെ കിക്ക് ചെയ്യണം, പിന്നെ കൈ ചെയ്യണം. റെഡി? ചെയ്യല്ലോ നമുക്ക്.
വെച്ച് കാണിച്ചു തരാം. നോക്കൂ കേട്ടോ. ഉണ്ടോ? റെഡി. ഇനി നീ ഒന്ന് ആദ്യം ചെയ്തോട്ടെ. ഫ്ലോട്ട് ചെയ്യണു, കിക്ക് ചെയ്യണു, പുള്ള് ചെയ്യണു കേട്ടോ. റെഡി. ചെയ്തത് കുഴപ്പമില്ല. ഇനി ലാമി ചെയ്തോ. നീ 2 times ചെയ്തു. അത് പ്രാക്ടീസ് ചെയ്ത് ഒരു 10 times കൈ വലിക്കുന്ന രീതിയിലേക്ക് എത്തണം കേട്ടോ. റെഡി. ലാമി വന്ന് ഒരു 4-5 times കൈ ചെയ്തു. വെരി ഗുഡ്. അടിപൊളിയായിട്ട് ചെയ്തു. ഓക്കെ. ഇനി അത് കുറച്ചുകൂടി അതിൻ്റെ കൈ ചെയ്യുന്നതിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ടുവരും. റെഡി. ഇനി നീ തന്നെ കുറച്ച് വെപ്രാളത്തിലെ ചെയ്യണം. മാത്രമല്ല ഈ കൈ ഉണ്ടല്ലോ, ഈ കൈ വെച്ചിട്ട് ഇങ്ങനെ വലിക്കണം. ഞാൻ പറഞ്ഞു. അതായത് ഈ കൈ, അതായത് ലെഫ്റ്റ് ഹാൻഡ് ഇത് വെച്ചിട്ട് ഇങ്ങനെ വലിക്കും. സൈഡിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവിടെ വെച്ചിട്ട് നേരെ കാലിൻ്റെ അവിടേക്ക് വലിക്കണം. ഓക്കെ. ഇവിടെ വെക്കണു, നേരെ കാലിൻ്റെ അവിടേക്ക് വലിക്കണം കേട്ടോ. ശ്രദ്ധിച്ച് ചെയ്യണം. ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ലാമി ഒന്നുകൂടി ചെയ്തോട്ടെ. ലാമി ഒന്നുകൂടി ചെയ്താൽ സൂപ്പറായിട്ട് ചെയ്യണം കേട്ടോ. ഇത്ര ദൂരം ഇനി ആദ്യം വന്നപ്പോ ഓക്കെ കുഴപ്പമില്ല. ട്രൈ ചെയ്യാം കേട്ടോ. ഓക്കെ വെരി ഗുഡ്.